രാവിലെ ഉണ്ടോ വന്നേക്കണം? എന്താണ് വയനാട്ടിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വരാൻ കാരണം? അത് ദൈവത്തിന്റെ അനുഗ്രഹവും അതുപോലെ ബിനീഷിന്റെ നല്ല പ്രവർത്തനങ്ങളും കണ്ടപ്പം എനിക്ക് പല ചിന്തകൾ മനസ്സിൽ കൂടെയുണ്ട്. ഇത് കാണേണ്ട ആള് ഞാനല്ല, അമ്മച്ചിയാണ്. അമ്മച്ചിയാണ് ഭയങ്കര എല്ലാ ദിവസവും പള്ളി പോണ ആളാ അമ്മച്ചി. അമ്മച്ചി ഞങ്ങളുടെ മാതാവാ. ഒത്തിരി സന്തോഷം കണ്ടു പരിചയപ്പെടാൻ സാധിച്ചു. എൻ്റെ ഈശോയെ എനിക്ക് എവിടെ നിന്നാണ് അനുഗ്രഹം തന്ന ഈശോയെ, ഈശോയും തന്ന അനുഗ്രഹത്തിന് ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞിരിക്കുന്നു. എത്ര ശ്രദ്ധിച്ചാലും മതി വരാത്ത. സോഷ്യൽ മീഡിയയിൽ അമ്മച്ചി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിലെ. അപ്പൊ 8 രാജ്യങ്ങളിൽ ഞാൻ പോയി. പോയപ്പോഴൊക്കെ അന്വേഷിക്കുന്നത് അമ്മച്ചിനെ കുറിച്ചാണ്. കാരണം ഇപ്പൊ നമ്മളുടെ മലയാളികളുടെ കൂടി ഒരു അമ്മയായിട്ട് മാറി. എല്ലാവർക്കും അവരുടെ സ്വന്തം വീട്ടിലെ അമ്മച്ചിനെ പോലെയാണ്. എല്ലാവർക്കും ഒന്ന് കാണണമെന്നുണ്ട്, ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അതെല്ലാം അമ്മച്ചി ഇങ്ങനെ വീഡിയോ നമ്മുടെ വീട്ടിലെ സാധാരണ വീഡിയോ ഒക്കെ ഇട്ട് ആൾക്കാരെ ഇങ്ങനെ കണ്ട് എല്ലാവർക്കും അറിയാം അമ്മച്ചിനെ. എന്നെക്കാളും കൂടുതൽ അമ്മച്ചിനെ അറിയാം. ഇറങ്ങിക്കോ. എപ്പോഴെപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. സാധനങ്ങളൊക്കെ എടുക്കും. പൈസ കൊടുത്താ അച്ഛൻ പിടിച്ചോ. അയ്യോ ആ ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് അമ്മച്ചിനെ എന്നെ കാണാൻ വേണ്ടി അച്ഛൻ വന്നേക്കുന്നുണ്ട്. അച്ഛന്റെ പേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തേ. എന്റെ പേര് ഫാദർ ടോം ജോൺ OFO, ഫ്രാൻസിസ്കൻ സഭപ്പെട്ടവരച്ഛൻ. ഇതെന്താണ് ഭയങ്കര ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ടല്ല? അത് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് തീർച്ചയായിട്ടും. അമ്മച്ചി വീട്ടിൽ ഇങ്ങനെ രാവിലെ ഉണ്ടോ വന്നേക്കണം? എന്താണ് വയനാട്ടിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വരാൻ കാരണം? അത് ദൈവത്തിന്റെ അനുഗ്രഹവും അതുപോലെ ബിനീഷിന്റെ നല്ല പ്രവർത്തനങ്ങളും കണ്ടപ്പം എനിക്ക് പല ചിന്തകൾ മനസ്സിൽ കൂടെയുണ്ട്. ഇത് കാണേണ്ട ആള് ഞാനല്ല, അമ്മച്ചിയാണ്. അമ്മച്ചിയാണ് ഭയങ്കര എല്ലാ ദിവസവും പള്ളി പോണ ആളാ അമ്മച്ചി. അമ്മച്ചി ഞങ്ങളുടെ മാതാവാ. അതെ അല്ലേ, എനിക്കറിയാം. വെൽക്കം ഞങ്ങളുടെ ഭവനത്തിലേക്ക്. സ്വാഗതം. ചെറിയ പണിയൊക്കെ കിടക്കണ വീട്ടിലെ. അമ്മച്ചി വാ, ഞാൻ ചമ്മന്ന്. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷം കണ്ടു പരിചയപ്പെടാൻ സാധിച്ചു. യെസ്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സ്വന്തം ഭവനം പോലെ ഞാൻ ഇതിനെ കരുതുന്നു. സംസാരിച്ചോ. അമ്മച്ചോടെ ഇന്നലെ ഞാൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത്. അമ്മച്ചിക്കുള്ള സമ്മാനമൊക്കെ ഞാൻ തരാം കേട്ടോ. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങളുടെ ചായപ്പൊടിയുണ്ട്, കാപ്പിപ്പൊടിയുണ്ട്. ചായപ്പൊടി നല്ല ചായപ്പൊടിയാണ്. നല്ല ചായപ്പൊടി ഭയങ്കര ഇഷ്ടം. ഞാൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഗതി അത്രയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടുവന്നല്ല. അതൻ അമ്മച്ചിയെ കാണുന്നതും ബിനീഷിനെ കാണുന്നതും തന്നെ ഒരു സന്തോഷമല്ലേനോ. എന്താണ് അച്ഛൻ മാത്രം സാധനം കൊണ്ടുവന്നത്? എന്തിനാ? എന്താണ് അമ്മച്ചിക്കാണ് കൊടുക്കേണ്ടത്? യെസ്, അല്ല ഞാനിവിടെ വെച്ചതിന് ശേഷം ഇതമ്മച്ചി ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉണ്ടായി കാപ്പി കുരു പൊടിച്ചെടുത്ത കാപ്പിപ്പൊടിയാണ് കേട്ടോ. തോട്ടങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് തേയിലത്തോട്ടമൊന്നുമില്ല, പക്ഷെ അവിടെ ഉൽപ്പാദിപ്പിച്ച ചായപ്പൊടിയാണ്. ഉൽപ്പാദിച്ചപ്പോഴും ദൈവം അനുഗ്രഹിക്കട്ടെ. കൊണ്ടുവന്ന അച്ഛനും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹം വീണ്ടും ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. നിങ്ങളിലൂടെ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. യെസ്, ബിനീഷിലൂടെ. എന്താ ഇത് കവറിൻ്റെ? യെസ്, ഇത് അമ്മച്ചിക്കും ബിനീഷിനും കൂടെ കൊണ്ടുവന്ന ക്രിസ്മസ് ആയിട്ടില്ലേലും ഒരു കേക്കാണ്. ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ. അമ്മച്ചി പിടിച്ചു. ക്രിസ്മസിന്റെ ഇപ്പോഴേ കൊണ്ടുവന്ന് തന്നതിന് വളരെയേറെ നന്ദി, സ്നേഹവും. ഓക്കെ, താങ്ക് യു. ഒത്തിരി സന്തോഷം. ഇനിയുണ്ട്. ഈ ബിനീഷിനുള്ള ഒരു സോറി
ഇത് ഞാൻ നോർത്ത് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അവിടുന്ന് ബിനീഷിന് തരാനായിട്ടുള്ള ഒരു ഇവിടെ നമ്മള് പൊന്നാട എന്നൊക്കെ പറയുന്നത് പോലെ അമ്മച്ചിക്കുണ്ട്. അമ്മച്ചി ഈശ്വംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ആയസും ആരോഗ്യങ്ങളും നേരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബിനീഷിനാകാം. ഇത് ബിനീഷ് എല്ലാവിധ ആയസ്സും ആരോഗ്യവും നന്മകളും നേരുന്നു കേട്ടോ. എൻ്റെ ഈശോയെ എനിക്ക് എവിടെ നിന്നാണ് ഈ അനുഗ്രഹം തന്ന ഈശോയെ, ഈശോയും തന്ന അനുഗ്രഹത്തിന് ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞിരിക്കുന്നു. എത്ര ശ്രദ്ധിച്ചാലും മതി വരാത്ത അനുഗ്രഹം, ഈ അച്ഛനോട് വരാനുള്ള അനുഗ്രഹം തന്നതിന് ഞാൻ നന്ദി സ്തുതിയും പുകഴ്ച ആരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, മാതാവേ നന്ദി. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ബിനീഷിലൂടെ ഞാനും അവളെ അമ്മച്ചിയിലൂടെ ഞാൻ കാണുന്നത് മറ്റൊരു ദൈവത്തെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പല ജോലി തിരക്കുകളുണ്ടെങ്കിലും ഞാൻ അതിനെ അതിജീവിച്ച് ഇവിടെ വന്നതും നിങ്ങളെയൊക്കെ കണ്ട് എൻ്റെ സ്നേഹവും യേശുവിൻ്റെ സ്നേഹവും പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതും അതിന് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ വരാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇനി കുറെ സമ്മാനങ്ങളുണ്ട്, അത് ഞാൻ ഷോരൂം പോലെ ബിനീഷിന് നൽകുന്നതായിരിക്കും. അയ്യോ, എനിക്ക് ഞാനൊരു വഴിക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു ശീതളപാനീയം കുടിച്ചിട്ട് വന്നതാണ്. നാരങ്ങ വെള്ളം എല്ലാവരും കൂട്ടുന്ന നേരങ്ങളില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവലോട്ടെ ഈശോ. താങ്ക് യു, ഒത്തിരി സന്തോഷം. യെസ്, താങ്ക് യു കേട്ടോ. ബിനീഷ് കഴിക്കുന്നില്ല? ഞാൻ മധുരം കൊടുക്കാം, പുളി കൊടുത്താൽ മധുരം കൊടുക്കണം. അച്ഛൻ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നാ? അല്ല, ഞാൻ ഇന്നലെ വന്നിരുന്നു ട്രെയിനിന് വന്നതിന് ശേഷം. ഇന്ന് എൻ്റെ പെങ്ങളുടെ അവലല്ലേ കഴിക്കാം തീർച്ചയായിട്ടും. ദൈവം തന്നെ അനുഗ്രഹം കൊണ്ട് ഈ ഭവനത്തെ പ്രവേശിക്കാൻ അച്ഛൻ ദൈവം അനുഭവിച്ചല്ലോ. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ എല്ലാവരും വന്ന് കാണണം. അതിന് ഇന്ന് ഇത്രയും സമയം എനിക്കായിട്ട് ചെലവഴിച്ചതിൽ ഒത്തിരി സന്തോഷം. കാരണം ഇനിയും കാര്യങ്ങൾ സംസാരിക്കാനും ബന്ധപ്പെടാനും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊക്കെ ശരിയെടുക്കാൻ പറ്റില്ല. ഞാൻ സ്പെഷ്യൽ അമ്മച്ചി ഉണ്ടാക്കിയ അവലാണല്ലേ? കഴിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. എങ്ങനെയാണ് നല്ല ഇത് വിളയിച്ചെടുത്താന്ന് തോന്നുന്നല്ലേ? നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് അവല് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. എന്തോ അമ്മച്ചിയോട് ഇങ്ങനെ ഒരു മോനെ തന്ന ദൈവത്തോട് നന്ദി പറയുക. എനിക്ക് ഒത്തിരി കണ്ടതും അതുപോലെ തന്നെ അറിഞ്ഞതും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അതിലാണ് ഞാൻ ഏറ്റവും സന്തോഷവാന്. ബിനീഷിനെ പോലെയുള്ള വ്യക്തി. കാരണം എനിക്ക് ചുരുങ്ങിയ കാലത്തിലാണ് ബിനീഷിനെ പറ്റി ഞാൻ പലതും നല്ല കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ മനുഷ്യനാക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത. എൻ്റെ വീട്ടില് മക്കൾ 6 പേരാണ്. എൻ്റെ പേരൻസ് ഡാഡിയും മമ്മിയൊക്കെ മരിച്ചുപോയി. 6 മക്കളിൽ ഞാൻ ഏറ്റവും ഇളയതാണ്. എനിക്ക് 3 ചേട്ടന്മാരും 2 ചേച്ചിമാരുമാണ്. അപ്പം മൂത്ത ചേച്ചിയെ കാണാനും കൂടിയാണ് ഞാൻ ഇവിടെ അങ്ങനെ വന്ന് തങ്ങി. 2 ചേട്ടന്മാർ മരിച്ചുപോയി, 1 ചേട്ടനും 2 ചേച്ചിമാരും ഇപ്പോൾ. എനിക്ക് 4 മക്കളാണ്, 1 പെണ്ണും 3 ആണും. മക്കളൊക്കെ രണ്ട് രീതിയിൽ സാമ്പത്തിക കഴിവോട് തന്നെ ജീവിച്ചുകൊണ്ട്
കാര്യം ഇടനേറ്റക്കാരെ പോലെ ആർക്കും അങ്ങാടി ഇങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവരവർക്ക് കഴിയാനുള്ള ജോലി എടുത്ത് അവർക്ക് കഴിയാനുള്ള കഴിവുണ്ട്. അപ്പം ഈ കോമ്പൗണ്ടിൽ തന്നെ 4 മക്കൾ ബെന്നി ഇവർ വെക്കണം. ബെനീഷ് ബാസിൻ്റെ സ്ഥലമാണ് അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നത്. ഇത് എല്ലാം ഞങ്ങൾ അധ്വാനിച്ച് എടുത്താണ്. പിന്നെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, ഒരു സ്റ്റാമ്പ് കളക്ടർ ആണ്. പിന്നെ മഹേന്ദ്ര സിംഗ് ധോണിനെ നേരിട്ട് കണ്ട്. യെസ്, ധോണിയെ ഞാൻ 6 തവണ കണ്ടിട്ടുണ്ട്. ധോണിയുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ക്രിക്കറ്റ് ചെറുതായിട്ടൊക്കെ കളിക്കുന്ന വ്യക്തിയാണ്. ചെറുതായിട്ടൊന്നും വലുതായിട്ട് കളിക്കുന്ന ആളാ, ഓൾറൗണ്ടറാണ്. യെസ്, എന്ന് പറഞ്ഞാൽ ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ ഒരു വിക്കറ്റ് കീപ്പറാണ് ഞാൻ. അതെങ്ങനെയായിരുന്നു ഓക്കെ. അപ്പൊ ഞാനത് പുകഴ്ത്തി പറയുന്നതല്ല. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത, ഞാനൊരു സ്റ്റാമ്പ് മ്യൂസിയം ഇവിടെ എറണാകുളം എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങി പറഞ്ഞാൽ ഈ എഴുത്തേലൊട്ടിക്കുന്ന ടിക്കറ്റുകളില്ലേ, സ്റ്റാമ്പ് അറിയാം, രാജ്യക്കാരുടെ അതിന്റെ ഒരു 10-50,000 കൂടുതൽ സ്റ്റാമ്പുകളുണ്ട് പല വിഷയങ്ങളിൽ. രാജ്യത്തിലൊക്കെ അച്ഛൻ കടന്നുപോയി. ഇല്ല, ഞാൻ രാജ്യത്തിലൊന്നും പോയിട്ടില്ല. ഞാൻ അധിക രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടില്ല. ഓസ്ട്രേലിയ, ന്യൂസിലൻഡും ഇംഗ്ലണ്ടുമാണ് ഞാൻ പോയിരിക്കുന്നത്. പിന്നെ നേപ്പാള് അങ്ങനെയൊക്കെ ബൗണ്ടറി. അമ്മച്ചിയുടെ മോൻ കാണുമ്പോൾ ഞാൻ വീഡിയോയിൽ കൂടെ കണ്ടു. പിന്നെ ഇപ്പം നേരിട്ട് കാണുമ്പം ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീ, ഒരമ്മ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിലൂടെ രൂപപ്പെടുത്ത മോനാണിത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും സന്തോഷം സത്യം പറഞ്ഞാൽ. 2-3 വർഷമായിട്ടേ സോഷ്യൽ മീഡിയയിൽ അമ്മച്ചി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിലെ. അപ്പൊ 8 രാജ്യങ്ങളിൽ ഞാൻ പോയി. പോയപ്പോഴൊക്കെ അന്വേഷിക്കുന്നത് അമ്മച്ചിനെ കുറിച്ചാണ്. കാണണമെന്നാ. ഇപ്പൊ നമ്മളുടെ മലയാളികളുടെ കൂടി ഒരു അമ്മയായിട്ട് മാറി. എല്ലാവർക്കും അവരുടെ സ്വന്തം വീട്ടിലെ അമ്മച്ചിനെ പോലെയാണ്. എല്ലാവർക്കും ഒന്ന് കാണണമെന്നുണ്ട്, ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അതെല്ലാം അമ്മച്ചി ഇങ്ങനെ വീഡിയോ, നമ്മുടെ വീട്ടിലെ സാധാരണ വീഡിയോ ഒക്കെ ഇട്ട് ആൾക്കാരെ ഇങ്ങനെ കണ്ട് എല്ലാവർക്കും അറിയാം അമ്മച്ചിനെ. എന്നെക്കാളും കൂടുതൽ അമ്മച്ചിനെ അറിയാം. മിനീഷോട് പലതവണ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് അമ്മച്ചിയോട് സംസാരിക്കണം, അങ്ങനെ ഉള്ള ആഗ്രഹം. കാണാമറിയത്തിരിക്കണ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇതെന്റെ മൂത്ത മകന്റെ മകനാണ് ക്യാമറ പിടിക്കണത്. അത് +2 പഠിക്കുന്നത്. പിന്നെ ഒരു പെങ്കൊച്ചുണ്ട്, അത് നഴ്സിംഗ് പഠിക്കണം കർണാടകത്തിൽ. പിന്നെ എൻ്റെ മൂത്ത ഒരു മരുമകളേ ഉള്ളു, അത് തയ്യൽക്കാരത്തെയാണ്, എംബ്രോയിഡറി തയ്ക്കുന്നത്. അവരെല്ലാം വീട്ടിൽ ഒരു സമയം വെറുതെ ഇരിക്കില്ല, എൻ്റെ കൂടെയൊക്കെ തോട്ടങ്ങളൊക്കെ പിടിപ്പിക്കും. നല്ല ഒരു ചിലവൊക്കെ ചെയ്യുന്നത് വളരെ തുച്ഛമായ രീതിയിൽ ചിലവ് ചെയ്ത് അങ്ങനെ കുടുംബക്കാർ നന്നായിട്ട് നടത്തി പോകുന്നുണ്ട്. അപ്പം 4 മക്കളിൽ ഒരാൾ മാഷാണ്. മാഷിൻ്റെ അത്രയുള്ള പ്രാവർത്തികം ഇവിടെ ചെയ്യുന്നില്ല. അതൊരു കുറവും അതിൻ്റെ ഒരു വസനം എനിക്ക് എപ്പോഴുണ്ട്. ഞാൻ ഒരു പക്ഷേ മരിക്കണമല്ലോ, മരിച്ചു ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ദൈവത്തിന് ചോദിക്കുമ്പോൾ ഒന്നും സമർപ്പിക്കാനില്ല. ഇവരിക്കടെ കല്യാണം പറയുന്നത് ഒരു ജീവിതം പങ്കാളിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ചെല്ലുമ്പോഴും ഭൂമിയിൽ നമുക്ക് ജീവിതം തന്നിട്ടുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്ര നാളെ ജീവിതം തന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് പറയാൻ ഒരു വകുപ്പുണ്ട്, ഇല്ലെന്നാണ് എൻ്റെ ചിന്ത എപ്പോഴും. പക്ഷേ ദൈവം ആരോഗ്യം തന്ന സമയത്ത് ഓരോ ജോലികളൊക്കെ എടുത്ത് മക്കൾക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് സമാധാനത്തോടെ 4 മക്കൾക്കും വിധിച്ച്. നമ്മൾ മരണസമയത്ത് നമ്മളൊന്നും കൊണ്ടുപോയില്ല. എനിക്ക് ഇത്തിരി സ്ഥലം അവിടെ ഇട്ടിട്ടുണ്ട്. അത് അത്രയൊക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഞാൻ ചോദിക്കാറുണ്ട് ആ ചോദ്യം. അപ്പച്ചൻ മരിച്ചിട്ട് അപ്പച്ചന് അടിപൊളിയായിരുന്നു. അപ്പച്ചനൊരു കളരി വൈദ്യനും ആയിരുന്നു, മത്സ്യത്തൊഴിലാളി. അമ്മച്ചിയുടെ വയസ്സ് ചോദിക്കുന്നില്ല. അച്ഛനെ എനിക്കൊരു ഗിഫ്റ്റ് വരുമ്പോൾ ഞാൻ തിരിച്ച് അയ്യോ പെർഫ്യൂമാണ് രണ്ടും.
ഓക്കെ, താങ്ക് യു. ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. യെസ്. ഇനിയും വേറെ ഗിഫ്റ്റ് ആരാ എനിക്ക് തരാനുണ്ട്. അതെ, ഞാൻ എൻ്റെ സ്റ്റാമ്പിനെ സംബന്ധിച്ച കുറേ ടീഷർട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സൈസിനൊത്തതായിട്ടുള്ളത് അതിൻ്റെ ആണോ? യെസ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് സംസാരിക്കണമെന്നുണ്ട്. യെസ്, കൊടുക്കാം. ഇത് എക്സലും ഉണ്ട്. ഞാൻ ഇത് തുറന്ന് കാണിക്കുന്ന അല്ല, വേണോ അങ്ങനെ? അല്ലെങ്കിൽ ഞാൻ ഇത് എംബ്ലർ ഓരോ മെസ്സേജ് കൊടുത്തിട്ടുള്ള ഇതാണ്. ഡിയർ ഫ്രണ്ട് ഓഫ് നേച്ചർ എന്നും പറഞ്ഞതാണ്. അതിന്റെ പുറകിലത്തെ ഞാനത് ആ ഭാഗം കാണിക്കട്ടെ. കാരണം അതാവുമ്പം അത് തുറന്നു ഇത് ഈ തീം വെച്ചിട്ടുള്ളതാണ്. സ്റ്റാമ്പാണ് ഇത്. ഇതൊക്കെ വെച്ച് വാങ്ങുന്നതായിട്ട് നോക്കി. ഒരുപാട് ടീഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പലതിലും പല സ്റ്റാമ്പുകളുണ്ട് അല്ലേ? യെസ്. അപ്പൊ ഇത് നമുക്ക് ആവശ്യക്കാരനെ കൊടുക്കാം. യെസ്. അപ്പൊ ഇത് അച്ഛന് ടീഷർട്ട് മാത്രമുള്ള ടീഷർട്ടുകൾ മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ ഈ സ്റ്റാമ്പ് മ്യൂസിയത്തിൽ പണിയാനായിട്ടുള്ള ഒരു. അപ്പൊ അച്ഛൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സീസൺ അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാമ്പുകളൊക്കെ വെച്ചിട്ട് ടീഷർട്ട് അയച്ച് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ? യെസ്. അതിൻ്റെ ബന്ധപ്പെടാനായിട്ടുള്ള ഇത് ഒരു എക്സലും. ഇത് ആക്ച്വലി ഫോർ യു എന്നാ ബിനീഷിനുള്ളതാണ്. എക്സൽ ഇദ്ദേഹത്തിന് ചേരും. കളർ ഇഷ്ടമാണോ എന്ന് എനിക്കറിയാം. ഏത് കളറാണ്? ഇത് രണ്ടും എടുക്കാം. വേണ്ട, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അച്ഛനോട് ഇരുന്നോ? നമുക്ക് പോകുമ്പോ ഞാൻ നോക്കിയെടുത്താ അവിടെ ഇരുന്നു അച്ഛൻ. അപ്പൊ വിശേഷങ്ങളൊക്കെ ഒരുപാട് നമുക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല. വീഡിയോ കട്ട് ചെയ്തിട്ട് നമുക്ക് വിശേഷങ്ങൾ ഇനി പറയാം. അത് മാത്രമല്ല അച്ഛന് അമ്മച്ചി രാവിലെ ആയതുകൊണ്ട് വെള്ളയപ്പവും മീൻകറിയും. ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയതും പുട്ടുകൂടെ കഴിച്ചിട്ട് വന്നതാണ്. പുട്ടും അമ്മച്ചിയുടെ ഒരു കഴിക്കാം. അത് അച്ഛൻ കഴിക്കണ വീഡിയോ നമ്മൾ അമ്മച്ചി ഉണ്ടാക്കിയ സാധനങ്ങളും കാണിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് ബിനീഷോട് ഇച്ചിരി പേഴ്സണലായിട്ട് സംസാരിക്കാം. അച്ഛന് ഞങ്ങള് വെള്ളയപ്പം ആണ് കരുതേക്കുന്നത്. ഞങ്ങൾ വെള്ളയപ്പം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞ? വെള്ളയപ്പം എന്നാണ്. ഒറ്റയാണ് മതി കേട്ടോ. താങ്ക് യു. ഒരെണ്ണം രണ്ടും ചെറിയ നൈസാണ്. പിന്നെ ഞാൻ ഇത് അമ്മച്ചിയുടെ സ്പെഷ്യലാണ്. ഇത് ഇഷ്ടമാണ്, മീൻ ഇഷ്ടം. ഓ, മീൻ ഇഷ്ടം. ഓക്കെ. ഇതിന് അമ്മച്ചി എന്ത് മീനാ അമ്മച്ചി? വറുത്തതുണ്ടോ അമ്മച്ചി? മതി. അമ്മച്ചി എന്നെ തീറ്റി പോറ്റി വിട്. കണ്ടതേ, ഇതെന്താണ്? കരിമീനാണ് കേട്ടാ. അമ്മച്ചി ഇപ്പൊ റെഡിയാക്കിയതാ. അമ്മച്ചി സ്പെഷ്യലാണ് ഇതൊക്കെ. ഞാൻ കഴിപ്പിനോട് വളരെ പുറകോട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ നാള് ജീവിക്കുക എന്നാണ്. ഇല്ല, ദൈവാനുഗ്രഹത്താല് കഴിച്ചോണിക്കോ അച്ഛൻ. അമ്മച്ചി ഉണ്ടാക്കി തന്ന സ്നേഹഭക്ഷണം ഞാൻ സന്തോഷത്തോടെ കഴിക്കുക കേട്ടോ അമ്മച്ചി. താങ്ക് യു. ഒത്തിരി സന്തോഷം. ഇത് കൂടുതലായി. പയ്യെ കഴിച്ചാൽ മതി. അതും ഈ ദിവസത്തിന് എനിക്കൊത്തിരി, ഞാൻ രണ്ടാമതും പറയുകയാണ്, ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. അമ്മച്ചിയും കണ്ട് ബിനീഷിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ. യെസ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല കറി കേട്ടോ. കഴിക്കണേന് മുമ്പ് നല്ല കറി എന്ന് പറഞ്ഞ അച്ഛൻ. ഞാൻ കഴിച്ചു. വായി വെച്ചതിന് ശേഷമാണ്. നിന്നോണൊന്നുമല്ല, എന്റെ വായി വെച്ചു.
കുറവുകളുണ്ടെങ്കിലും പറയാം, എന്നാലും നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇതെല്ലാം അമ്മച്ചിയുടെ സ്പെഷ്യലാണ്. സ്പെഷ്യലാണ് അല്ലേ? നിങ്ങൾ വീഡിയോയിലൂടെ മാത്രമേ കണ്ടല്ലോ, അപ്പൊ വന്ന് കഴിക്കാൻ പറ്റിയ അച്ഛന്. യെസ്, ബിനീഷാണ് എന്നോട് പറയായിരുന്നു ആദ്യം സാധാരണ ഈ ഭക്ഷണം കഴിക്കാൻ എല്ലാരെയും ഒന്നും അനുവദിപ്പിക്കാത്തല്ല, എല്ലാരും എന്നോട് വിളിക്കാറുണ്ട് വീഡിയോ. അത് കേട്ടപ്പം തന്നെ അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ, ഞങ്ങൾ ഈ ആണുങ്ങള് താമസിക്കുന്ന വീടാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ വീട് പെയിന്റ് അടി എന്ന് പറഞ്ഞ പറഞ്ഞതാ. അച്ഛൻ വിളിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിൽ പെയിന്റ് അടി നടക്കണേണ്, അതുകൊണ്ട് പുറത്തു വെച്ച് കാണാൻ പറഞ്ഞത്. കാരണം വീട് ഭയങ്കര അലങ്കോലം ആയിക്കോളും എപ്പോഴും, ഒരാളെ കൊണ്ടുവന്നിട്ട് ഇരുത്താൻ പറ്റാത്തൊരു. ഇത് രാവിലെ എണീറ്റിട്ട് എല്ലാം ഒതുക്കിയതാ, അതുകൊണ്ടാണ് ആൾക്കാരെ കൊണ്ടുപോകാത്തത്. സത്യാവസ്ഥ അതാ, ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റാണ്ടല്ല. എന്നാലും ഞാൻ ഇതുപോലെയൊക്കെയുള്ള സ്ഥലത്ത് ജീവിച്ചും ജോലി ചെയ്തും അച്ഛനാകുന്നതിന് മുമ്പൊക്കെ ജീവിച്ചതാണ്. ബാച്ചലർ ലൈഫ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സോർട്ടായിട്ട് കിടക്കുന്നത്. അപ്പൊ എല്ലാം ഉൾക്കൊണ്ട് ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ വന്ന വഴിക്കും എന്റെ മനസ്സിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് വന്നു. അച്ഛൻ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അമ്മച്ചിയുടെ ഈ ഭക്ഷണം കഴിച്ചു, മോൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. ഇനിയും ദൈവം നമ്മെ കണ്ടുമുട്ടിക്കട്ടെ എന്നാണ് എൻ്റെ ആശയം, പ്രത്യാശയം. അപ്പോൾ അച്ഛൻ തിരിച്ചു പോണേ ഉണ്ടോ വയനാട്ടിലേക്ക് തന്നെ? അപ്പോൾ 2 മണിക്കൂറോളം ഉണ്ടായി അച്ഛൻ. അച്ഛൻ എന്താ പറയാനുള്ളത്? നമുക്ക് 2 മണിക്കൂർ ഞങ്ങളുടെ കൂടെ അമ്മച്ചേൻ്റെ കൂടെ നിന്നിട്ട്. അമ്മച്ചിയുടെ കൂടെയും അതുപോലെ തന്നെ ബിനീഷിൻ്റെ കൂടെയും ഇത്രയും സമയം ചെലവഴിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. കാരണം ഒരു കുടുംബം പോലെ നമ്മൾ ഒരുമിച്ച് നിങ്ങളോടൊത്ത് ചെലവഴിച്ച സമയത്തെ ഓർത്ത് അമ്മച്ചിങ്ങോട്ട് പോവാ. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചിയുടെ വീഡിയോ, എൻ്റെ അമ്മച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് അച്ഛൻ വയനാട്ടിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഒത്തിരി വിശേഷങ്ങളൊക്കെ വെച്ചു. അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? അമ്മച്ചി ആൾക്കാരുടെ അടുത്ത് പറ. അച്ഛൻ വന്നിട്ട് ഇത്തിരി സമയം ഉണ്ടായെങ്കിലും ഒരു കുടുംബം പോലെയാണെന്ന് അച്ഛൻ പറഞ്ഞത് ഏറ്റവും വലിയ വാസ്തവമാണ്. ഏകദേശം ഞങ്ങളുടെ പ്രായത്തിന് ഒപ്പമാണെങ്കിലും ഇത് കളിക്കൂട്ടുകാരൻ്റെ മരമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി സമയം കൊണ്ട് അച്ഛനെ കിട്ടിയത്. ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് ക്രിസ്മസ് കിറ്റായിട്ട് കൊണ്ടുവന്ന് തന്ന് അതിന് ദൈവത്തിന് നന്ദി, അച്ഛനും നന്ദി. വീണ്ടും വീണ്ടും മറ്റുള്ള ആൾക്ക് കൊടുക്കാണ്ട് ഫലം ഉണ്ടാകട്ടെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓട്ടോറിക്ഷ വന്നത് അപ്പോൾ എൻ്റെ വണ്ടിയിൽ അച്ഛൻ പോകണം. താങ്ക് യു. അച്ഛൻ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ചോറിനിരിപ്പുണ്ട്, കറി കൊണ്ടല്ല, പച്ചക്കറി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇന്നിപ്പോ ഇന്ന് വരികയല്ല, ഇന്ന് വരുമല്ല. ഇനി ഞാൻ വരാം. അമ്മച്ചിക്ക് ഇങ്ങനെ ഒരാളെ പറഞ്ഞാൽ ഭയങ്കര പാടാ.